പ്രിയപ്പെട്ടവരെ, കാറ്ററ്റ് വിജ്ഞാപനം കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ജൂൺ 2025 വിജ്ഞാപനം വന്ന് നിങ്ങളെല്ലാവരും അറിയും. കാറ്ററ്റ് ഹിന്ദി ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്യാൻ അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ തവണ നമ്മൾ കാറ്ററ്റ് 4 ഹിന്ദി, കാറ്ററ്റ് 3 ഹിന്ദിയുടെ ക്ലാസ്സുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് കാറ്ററ്റ് പരീക്ഷയുടെ ഒരു ചെറിയ രൂപം, അത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രത്യേകിച്ച് ഹിന്ദിയുടെ പരീക്ഷകൾ വരുന്നത് കാറ്റഗറി 3യിലും അതുപോലെ തന്നെ 4ലുമാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കായിട്ടാണ് കാറ്റഗറി 3 നടത്തുന്നത്. കാറ്റഗറി 4 UP തലം വരെയുള്ള 4 ഭാഷകൾക്ക്, പ്രത്യേകിച്ച് അറബി, ഹിന്ദി, സംസ്കൃത്, ഉറുദു എന്നീ 4 ഭാഷകൾക്ക് മാത്രമുള്ളതാണ് ഭാഷാ അധ്യാപകരായിട്ടുള്ള കാറ്ററ്റ് 4 വരുന്നത്. പിന്നെ സ്പെഷ്യലിസ്റ്റ് ആണത് നമ്മൾക്ക് വരുന്നില്ല, കാരണം ഹിന്ദി മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണ്ടു. മറ്റു കാര്യങ്ങൾ വെച്ചാൽ CTET ലഭിച്ചവരാണെങ്കിൽ, അതായത് CTETൻ്റെ പ്രൈമറി സ്റ്റേജ് പാസ്സായവരാണെങ്കിൽ കാറ്റഗറി 1 അതുപോലെ തന്നെ CTET എക്സാമിൻ്റെ എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരാണെങ്കിൽ കാറ്ററ്റ് 2ൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd പോലെയുള്ള യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്ന് നേടിയവരാണെങ്കിൽ കാറ്റഗറി 1 തന്നെ, അതായത് ഒരു കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള കാറ്റഗറി പരീക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നതാണ്. കാറ്ററ്റ് 3 ജയിച്ചവർക്ക് സ്വാഭാവികമായിട്ടും കാറ്റഗറി 2 ആവശ്യമില്ല. പിന്നെ 1 അതുപോലെ തന്നെ 2 വിഭാഗങ്ങൾ LP UP പരീക്ഷകൾ അധ്യാപക നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് നിങ്ങൾക്കറിയാം, catet.kerala.gov. അതുപോലെ തന്നെ പരീക്ഷാഭവൻ Kerala.gov. SCRT Kerala.gov. പോലെയുള്ള സൈറ്റുകൾ എന്നാണ് ചെയ്യേണ്ടത്. ഈ വിജ്ഞാപനം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ അതിൽ കയറി തന്നെ അവിടെ നിങ്ങൾക്കറിയാം, ഈ കഴ്സർ ഇവിടെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കൈയുടെ ചിഹ്നം വന്ന് അത് ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഈ വിജ്ഞാപനം ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. പരീക്ഷാ ഫീസ് 500 രൂപയാണ് ഓരോ വിഭാഗത്തിനും വരുന്നത്. അതിൽ SC ST കാറ്റഗറി ഭിന്നശേഷി ആണെങ്കിൽ 250 രൂപയാണ്. എവർക്കും അറിയാം, കാറ്ററ്റിൻ്റെ അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്, ഓഫ്ലൈനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പരീക്ഷാ ഹാളിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഓൾറെഡി കാറ്ററ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 3/7/2025 അതുപോലെ തന്നെ അവസാനമായിട്ട് ഫീസ് അടക്കേണ്ട ഡേറ്റ് 10-ാം തീയതി വരെയുണ്ട്. ഫൈനൽ പ്രിൻ്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി ഫീസ് അടക്കുന്നതിൻ്റെ അവസാന തീയതി വരെയാണ്. പരീക്ഷയിൽ ഹോൾ ടിക്കറ്റ് വന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി എന്ന് പറയുന്നത് 14/8/2025. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ടൈം ടേബിൾ കാണാൻ സാധിക്കും. ഓരോ കാറ്റഗറിക്കും അലോട്ട് ചെയ്ത ദിവസവും കാണാം. കാറ്റഗറി 1 23/8/2025 ശനിയാഴ്ചയാണ് നടക്കുന്നത്. കാറ്റഗറി 2 ശനിയാഴ്ച ഉച്ച മുതലാണ് പരീക്ഷ ഉണ്ടാകുന്നത്. നമുക്ക് വേണ്ടത് ഹിന്ദിയുടെ ആണെങ്കിൽ കാറ്റഗറി 3യും 4ഉം ആണ്. അത് ഞായറാഴ്ച ദിവസം 24/8/2025 രാവിലെ മുതൽ ഉച്ച വരെയും, കാറ്റഗറി 4 ആണെങ്കിൽ 2 മണി മുതൽ 4:30 വരെയും ആണ് പരീക്ഷ നടക്കുന്നത്. എല്ലാ പരീക്ഷയുടെയും ദൈർഘ്യം എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. കാറ്ററ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളെടുക്കുന്ന ഫോട്ടോ, അതിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ട. കാരണം പല പരീക്ഷകൾക്കും പേരും അതുപോലെ തന്നെ തീയതിയും രേഖപ്പെടുത്തണം. ഇപ്പം PSCയുടെ ഒക്കെ ആണെങ്കിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പേരും എടുത്ത ഡേറ്റും രേഖപ്പെടുത്തേണ്ടത്. കാറ്ററ്റിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പലരും മുമ്പ് ഉപയോഗിച്ച പല സീലുകൾ ഉള്ള ഫോട്ടോസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PSCയുടെ ഒക്കെ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഒക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ മറ്റ് സീലുകൾ പതിന ഫോട്ടോകൾ ഉപയോഗിക്കാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ കളറായിരിക്കണം, അതായത് വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ, റെഡ് പോലെയുള്ള കളർ ഉപയോഗിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് നല്ല ക്ലിയർ ആയിരിക്കണം. പലരും ഇപ്പോൾ സെൽഫി എടുത്തിട്ട് അത് ഫോട്ടോ ആക്കി മാറ്റുന്ന രീതിയുണ്ട്. അത് കാറ്ററ്റിൻ്റെ അപേക്ഷയിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുതിയ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ശ്രമിക്കണം. പലരും പഴയ കാലത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച ഫോട്ടോ അതേ ഫോട്ടോ തന്നെയാണ് കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റിലും ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫോട്ടോ, തിരിച്ചറിയുന്ന രീതിയിലുള്ള ഫോട്ടോ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് പിന്നീട് മാറ്റാൻ സാധിക്കുന്നതല്ല. പിന്നീട് വരുന്നത് കേട്ടറ്റുമായി ബന്ധപ്പെട്ട എന്താണ് കേട്ടറ്റ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, സിലബസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾക്ക് അറിയേണ്ടത് ഈ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം, അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നേരത്തെ പറഞ്ഞാണ്. കേട്ടറ്റ് Kerala.gov അല്ലെങ്കിൽ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കിവിടെ ഇതുപോലെ ഒരു ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു പേജാണ് വരിക. അതിൽ മറ്റ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓൾറെഡി എംപ്ലോയിഡ് ആണോ, ആണെങ്കിലാണ് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഏത് ഇതിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാത്തവർ നോന്ന് കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതി. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഏത് കാറ്റഗറിയാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഏതൊക്കെ പാസ്സായിട്ടുണ്ടെന്നുള്ള ക്വാളിഫിക്കേഷൻ കൂടി അവിടെ ഓരോ കോളത്തിലും അടയാളപ്പെടുത്തുക. അതിൽ നിങ്ങൾക്ക് കാണാം ക്വാളിഫിക്കേഷൻ ഉണ്ട്, രജിസ്റ്റർ നമ്പർ, ആ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ നമ്പർ, പഠിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് ബോർഡിലാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുണ്ട്, ഇയർ ഓഫ് പാസിങ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ മറ്റ് നിങ്ങളുടെ ജനറൽ ഡീറ്റെയിൽസുകളാണ് വരുന്നത്. ജെൻഡർ, കാസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പോലെയുള്ള കാര്യങ്ങൾ, ആധാർ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്രസ്സ്, അതൊക്കെ കൃത്യമായി ഫില്ല് ചെയ്യുക. എക്സാമിനേഷൻ ഫീ അവിടെ 500 രൂപയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ നമ്മൾ കൊടുത്താൽ ഉള്ളൊരു കാര്യം എന്ന് ചോദിച്ചാൽ, ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോസ് കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യുക. അത് വ്യക്തതയുള്ള ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, അപേക്ഷ ഓൺലൈനായി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂ. ഫൈനൽ സബ്മിഷൻ ചെയ്ത് ഫീ അടച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ ശരിയാണെന്ന് നോക്കണം. എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ആ എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ വിവരം കൃത്യമായിട്ട് നോക്കിയ ശേഷം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കണം. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയും ഫീസ് അടക്കുകയാണ് വേണ്ടത്. ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ പിന്നീട് നമുക്ക് യാതൊരു തരത്തിലുള്ള തിരുത്തലുകളും സാധിക്കില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കണം. അതുപോലെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എവിടെയും അയക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യമാണ് ഇത്രയും ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് വെച്ചാൽ പരീക്ഷയുടെ രീതിയാണ്. നമുക്കിപ്പം പ്രധാനമായിട്ട് ഹിന്ദി ആണെങ്കിൽ നമുക്ക് കേട്ടറ്റ് 3 ആണ് നമുക്ക് പ്രധാനമായിട്ടും 1 വരുന്നത്. അതുപോലെ തന്നെ കേട്ടറ്റ് 4 ആണ്. അപ്പോൾ അതിലാകെ 150 ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ 150 ചോദ്യങ്ങളിൽ നമുക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഘടന ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ചോദ്യങ്ങൾ എത്ര മാർക്കിന് ചോദിക്കുന്നുള്ള കാര്യങ്ങളാണുള്ളത്. അതിൽ നിങ്ങൾക്ക് കാണാം, കൗമാര മനഃശാസ്ത്രം, അതുപോലെ തന്നെ പഠന സിദ്ധാന്തങ്ങൾ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുകളും മറ്റ് കാര്യങ്ങളൊക്കെ 40 മാർക്കിനോളം ചോദിക്കും. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഷയുണ്ട്. അതിൽ മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അത് നമ്മൾ മെയിനായിട്ട് തിരഞ്ഞെടുക്കുക.
അപ്പോൾ ആ ലാംഗ്വേജ് തിരഞ്ഞെടുത്താൽ അതേ ലാംഗ്വേജിൽ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആ പരീക്ഷാ സമയത്ത് ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത ആൾ മലയാളം, അല്ലെങ്കിൽ മലയാളം തിരഞ്ഞെടുത്ത ആൾ ഇംഗ്ലീഷ് എഴുതുന്ന രീതി പറ്റില്ല. അത് ഇൻവാലിഡ് ആവുന്ന രീതിയിലേക്ക് മാറും. നമ്മൾ മലയാളം തിരഞ്ഞെടുക്കുന്ന മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളത് 30 മാർക്കിനാണ് അത് ചോദിക്കുക. പിന്നെ നമ്മുടെ വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ അത് 80 മാർക്കിന്, അങ്ങനെ 150 മാർക്കിലാണ് പരീക്ഷ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് കാറ്റഗറി 4 ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന വരുന്നത്. ശിശു വികസനം, അതായത് ചൈൽഡ് സൈക്കോളജിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും മറ്റ് കാര്യങ്ങളും ഒക്കെ അടങ്ങിയ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഭാഷ സെലക്ട് ചെയ്യാനുണ്ട്. മലയാളം, ഇംഗ്ലീഷ് ആണ് നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതാണെങ്കിൽ അതിൽ കൃത്യമായി 40 മാർക്കിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കൊടുത്ത ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. പിന്നീട് വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. അത് 80 മാർക്കിൻ്റെ, അങ്ങനെ ടോട്ടൽ 150 മാർക്കിൻ്റെ രീതിയിലുള്ള പരീക്ഷയാണ് നടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർക്ക് ഇളവിൻ്റെ കാര്യങ്ങളുണ്ട്. കാറ്റഗറി 1 മുതൽ 4 വരെ എടുത്താൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ SC, ST, OECക്കാർക്ക് 5% മാർക്ക് ഇളവാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് ഇളവ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എത്ര മാർക്ക് വേണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. 150-ൽ 90 മാർക്ക് വേണം പാസ്സാവാൻ. അതുപോലെ തന്നെ SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് കേറ്ററ്റ് പാസ്സാവണമെങ്കിൽ 82 മാർക്കാണ് വേണ്ടത്. ഇവിടെ നിൽക്കുകയാണ് 82, 55%, 82 മാർക്ക് വേണം. മറ്റ് PH വിഭാഗങ്ങൾക്കാണെങ്കിൽ 75 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് തന്നെ നിങ്ങൾ മാർക്ക് വാങ്ങിയിരിക്കണം. നമ്മളെപ്പോഴും 90 മുകളിലേക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതൊക്കെ. അപ്പോൾ അതൊക്കെ ആ സമയത്ത് പിന്നീട് നമുക്ക് ഇതിലൂടെ സംസാരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. കൃത്യമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.